കാർഷിക വാർത്തകൾ. 2025-26 നാളികേര കയറ്റുമതിയിൽ ഇന്ത്യക്ക് വൻ കുതിപ്പ്. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 62% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ലോക നാളികേര ഉൽപ്പാദനത്തിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത്. ആഗോള ഉൽപ്പാദനത്തിന്റെ 31.24% ഇന്ത്യയുടെ സംഭാവനയാണ്. ഏകദേശം 2.19 ദശലക്ഷം ഹെക്ടർ പ്രദേശത്തായി പ്രതിവർഷം 20,301 ദശലക്ഷത്തിലധികം തേങ്ങയാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്യത്തെ നാളികേര മേഖല ഏകദേശം 3 കോടി ആളുകളുടെ ഉപജീവന മാർഗമാണ്. ഇതിൽ ചെറുകിട വൻകിട വിഭാഗങ്ങളിലായി 1 കോടിയോളം കർഷകരും ഉൾപ്പെടുന്നു. കാർഷിക വളർച്ചയ്ക്കൊപ്പം ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും മേഖല നിർണായക പങ്കുവഹിക്കുന്നു. സംസ്ഥാന തലത്തിൽ നാളികേര കൃഷിയുടെ വിസ്തൃതിയിൽ കേരളമാണ് മുന്നിൽ. ഏകദേശം 7.54 ലക്ഷം ഹെക്ടറിലാണ് സംസ്ഥാനത്ത് തെങ്ങ് കൃഷി. ആകെ ഉൽപാദനത്തിൽ തമിഴ്നാടും ഹെക്ടറിലെ ഉൽപാദനക്ഷമതയിൽ ആന്ധ്രാപ്രദേശുമാണ് മുന്നിൽ. പരമ്പരാഗതമായി കൊപ്ര, വെളിച്ചെണ്ണ, ചിരട്ടക്കരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലായിരുന്നു ഇന്ത്യയുടെ നാളികേര കയറ്റുമതി പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ, പാക്ക് ചെയ്ത ഇളനീർ, തേങ്ങാപ്പാൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ആക്ടിവേറ്റഡ് കാർബൺ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക, ജർമ്മനി, റഷ്യ, UK, ബെൽജിയം, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിച്ചുവരികയാണ്. 2001-2002 25.3 കോടി രൂപ മാത്രമായിരുന്ന നാളികേര കയറ്റുമതി വരുമാനം 2.5 പതിറ്റാണ്ടിനിടെ 7,000 കോടി രൂപ പിന്നിട്ടതോടെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സാധ്യതകളും കൂടുതൽ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണം അടുത്തതോടെ കൊച്ചിയിലെ തേയില ലേല വിപണിയിൽ വില ഉയരുന്നു. CTC ഡസ്റ്റ് തേയിലയ്ക്കും ഓർത്തഡോക്സ് വിഭാഗത്തിനും ആവശ്യക്കാർ കൂടിയതാണ് വിലയുയരാൻ പ്രധാന കാരണം. ഓണം അടുത്തതോടെ കൊച്ചിയിലെ തേയില ലേല വിപണിയിൽ വിലയിൽ ഉണർവ്. CTC ഡസ്റ്റ് തേയിലയുടെ നല്ല ഗ്രേഡുകൾക്ക് കിലോയ്ക്ക് 1 മുതൽ 2 രൂപ വരെയാണ് വില ഉയർന്നത്. ബ്ലെൻഡർമാരുടെ ഭാഗത്തു നിന്നും ഡിമാൻഡ് ശക്തമായിരുന്നു. ഓർത്തഡോക്സ് ലീഫ് തേയിലയ്ക്കും മികച്ച ആവശ്യകതയാണ് അനുഭവപ്പെട്ടത്. ലേലത്തിലെ 94% തേയിലയും വിറ്റുപോയി. ശരാശരി വില കിലോയ്ക്ക് 180 രൂപയായിരുന്നു. മുഴുവൻ ഇലകളുള്ള ഓർത്തഡോക്സ് തേയിലയ്ക്ക് കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെ വില ഉയർന്നു. CIS രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങലും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പിന്തുണയും വിപണിക്ക് കരുത്തായി. ഓണാവധി കാരണം അടുത്തയാഴ്ച ലേലം നടക്കില്ലെന്നതും വാങ്ങൽ വേഗത്തിലാക്കാൻ കാരണമായി. മികച്ച ഗുണനിലവാരമുള്ള തേയിലകൾക്ക് വരും ദിവസങ്ങളിലും ആവശ്യകത തുടരുമെന്നാണ് വിപണി വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അരിവില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം. OMSS വഴി ബ്രോക്കൺ റൈസ് കിൻഡലിന് 2,100 രൂപ നിരക്കിൽ വിപണിയിലെത്തിക്കും. അരിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ബ്രോക്കൺ റൈസ് വിപണിയിലെത്തിക്കുന്നു. ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം അഥവാ OMSS പ്രകാരം കിൻഡലിന് 2,100 രൂപ നിരക്കിലാണ് അരി വിൽക്കുന്നത്. സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഈ നിരക്ക് ബാധകം. അരി മില്ലർമാർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെയുള്ളവർക്കുമാണ് ഓപ്പൺ മാർക്കറ്റ് വിൽപ്പനയിലൂടെ അരി ലഭ്യമാക്കുന്നത്. വിപണിയിൽ അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റം നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് അരിയുടെ വില ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ശേഖരത്തിലുള്ള അരി കൂടുതൽ അളവിൽ വിപണിയിലെത്തിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. OMSS വഴിയുള്ള വിൽപ്പനയിലൂടെ അരിവില നിയന്ത്രിക്കാനുള്ള നടപടികൾ കേന്ദ്രം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.